കുഞ്ഞിച്ചോ മിനസാൻ നമ്മൾ ഇന്ന് മുതൽ പുതിയൊരു മാൻഹുയുടെ എക്സ്പ്ലനേഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുവാണ്. അത് മറ്റൊന്നുമല്ല, ദി നാനോ മെഷീനാണ് ഗൈസ്. നാനോ മെഷീൻ എന്ന് പറയുന്നത് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഉള്ള മാൻഹു ആണ്. കാര്യം എനിക്ക് പേഴ്സണലി സോളോ ലെവലിങ്ങിനായിട്ടും ബിഗിനിങ് ഓഫ് ദി ഇന്ത്യനെക്കാട്ടും ഞാൻ വായിച്ചിൽ വെച്ച് മിക്ക ആനിമി സീരീസിനെക്കാട്ടും മിക്ക മാൻഹൂസിനെക്കാട്ടും എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ഉള്ള ഒരു സീരീസാണ് ഈ നാനോ മെഷീൻ. കാര്യം അത്രത്തോളം നല്ല രീതിക്കാണ് ഈ സീരീസ് ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഫൈറ്റും മെയിൻ ക്യാരക്ടറും സൈഡ് ക്യാരക്ടേഴ്സും ഓരോ ഫാർമിങ്ങൊക്കെ ആബ്സൊല്യൂട്ട്ലി പീക്ക് ലെവലാണ്. ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് കമ്പയർ ചെയ്ത് പറയാനാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് മെയിൻ ക്യാരക്ടറുള്ള ചിയോൻ്റെ 7 അയലത്ത് വരത്തില്ല നമ്മുടെ സങ് ജിൻവുവിൻ്റെ ഒക്കെ ഓറോ ഫാർമിങ് അത്രത്തോളം അടിപൊളിയാണ്. ഇതിൻ്റെ അകത്തെ MC-യുടെ ഒരു നിക് നെയിം എന്ന് പറയുന്നത് തന്നെ ഹാൻഡ് കളക്ടർ എന്നാണ്. അതെന്താണെന്നൊക്കെ വരുന്ന ചാപ്റ്റേഴ്സൊക്കെ കാണാൻ നേരത്ത് നിങ്ങൾക്ക് മനസ്സിലാകുന്നതായിരിക്കും. സോ എല്ലാ ദിവസവും മാക്സിമം 2-3 ചാപ്റ്റേഴ്സ് വെച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് വീഡിയോസ് ഒക്കെ ഇടുന്നതായിരിക്കും. സോ പേജ് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നാളെ എപ്പിസോഡ് ഇടാൻ നേരത്തെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. സോ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ മാൻഹോ വായിക്കുന്നവർക്കും നാനോ മെഷീൻ ഫാൻസിനും ഈ വീഡിയോ ഇപ്പം തന്നെ റെക്കമെൻഡ് ചെയ്യാനും മറക്കണ്ട. സോ നമുക്ക് നേരെ എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെ ഈ കഥ തുടങ്ങാൻ നേരത്ത് നമുക്കാട്ടെ ഒരു മലനിരയാണ് കാണാൻ സാധിക്കുന്നത്. അവിടേക്കാട്ടെ ഒരുത്തൻ ഓടി വരുന്നുണ്ടായിരുന്നു. അവൻ നന്നായിട്ട് കഥക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവൻ്റെ കൈകാലുകളൊക്കെ ചെറുതായിട്ട് മുറിഞ്ഞിട്ടുണ്ട്. ഒട്ടും പ്രതീക്ഷിക്കാതെ അവിടെ ഒരു വെയിൽ തട്ടി അവൻ നേരെ താഴത്തേക്ക് വീണു. ചെറിയൊരു കുഴിയായിരുന്നു. ആ താഴെ വന്നിട്ട് വീണിട്ട് പറയുകയും ചെയ്യും, കോപ്പ് ഞാൻ കംപ്ലീറ്റ്ലി ക്ഷീണിച്ചിരിക്കുവാണെന്ന് പറഞ്ഞിട്ട് പതുക്കെ അവൻ തല ഉയർത്തി നോക്കിയപ്പോഴാണ് ആ ഒരു കാഴ്ച അവൻ കണ്ടത്. സോ ഇതിൻ്റെ എല്ലാം പുറകെ നിങ്ങളായിരുന്നല്ലേ നീചന്മാരെ. യങ് മാസ്റ്റർ ചിയോൺ, താങ്കൾ ഒത്തിരി അധികം ദൂരം ഓടിയതല്ലേ? ശരിക്കും ക്ഷീണിച്ച് കാണത്തില്ലേ? താങ്കളെ കാത്തിരുന്ന് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഉറങ്ങിപ്പോകേണ്ടതായിരുന്നു. കോപ്പ് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്കിനി ഓടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നിങ്ങളെല്ലാവരും എന്തിനാണ് ഇത് ചെയ്യാൻ നോക്കുന്നത്? എനിക്കെന്തായാലും അക്കാഡമി ചേരാനായിട്ട് ഒരു താല്പര്യമില്ല. ഈവൻ എനിക്കൊരു ചാൻസ് പോലും ഇല്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ എൻ്റെ ജീവൻ എടുക്കാൻ നോക്കുന്നത്? താങ്കൾക്ക് താല്പര്യമില്ലായിരിക്കും, അക്കാഡമി ചേരാൻ താങ്കൾ വിചാരിക്കുന്നില്ലായിരിക്കും. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല യങ് മാസ്റ്റർ. താങ്കളുടെ ഉള്ളിലാട്ടെ ഒരു പൊട്ടൻഷ്യലുള്ള ഹെയർ ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് ഞങ്ങൾ എങ്ങനെ പോലും തിരിച്ചെടുക്കണം. സോ താങ്കളുടെ ജീവൻ ഞങ്ങൾ ഇന്ന് എന്ത് വന്നാലും എടുത്തിരിക്കും. താങ്കളുടെ ജന്മം ഒരു താഴ്ന്ന ജന്മം തന്നെയാണെങ്കിൽ കൂടിയും ദി ഹോളിനെസിന്റെ ബ്ലഡ് താങ്കളുടെ ഉള്ളിലൂടെ ഇപ്പോഴും ഒഴുകുന്നുണ്ട്. എന്ത് താഴ്ന്ന ജന്മമോ? ഈ നോറുകൾ എൻ്റെ അമ്മേനല്ലേ ഇപ്പോൾ പറഞ്ഞത്? എന്തായാലും കുമാരനെ കൊല്ലും, അതെന്തായാലും ഉറപ്പാണ്. എന്തായാലും ഇവിടെ ഞാൻ വെറുതെ മരിക്കത്തില്ല, അത് ഞാൻ ഉറപ്പ് തരുന്നു. ഓ, അവ താങ്കളുടെ ഗാർഡുള്ള ജാങ് താങ്കളെ ഫൈറ്റ് ചെയ്യാൻ പഠിപ്പിച്ചിരുന്നോ? എനിക്ക് തോന്നുന്നില്ല. അവൻ്റെ നിപ്പ് തന്നെ കണ്ടില്ലേ. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, ഹോളിനെസിൻ്റെ ബ്ലഡ് ഉള്ള കാരണം അവന് നല്ല വിൽ പവർ ഉണ്ട്. ഇതെന്തായാലും ഞങ്ങൾക്ക് തന്നെ ബെനിഫിറ്റ് ആയിട്ട് വരത്തുള്ളൂ. അവനെന്തായാലും ഹണ്ട് ചെയ്ത് പിടിക്കാൻ നേരത്ത് റിവാർഡ്സ് അത്രത്തോളം കൂടുതലായിരിക്കുമല്ലോ. അപ്പോൾ ഗൈസ് കൊന്നേക്കെന്ന് പറയാൻ നേരത്ത് അവരെല്ലാവരും കൂടെ അവനെ കൊല്ലാനായിട്ട് വരുന്നുണ്ട്. അവനായിട്ട് തൻ്റെ കത്തിയെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് ചുമ്മാ വീശുന്ന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് ആ കൂട്ടത്തിലുള്ള ഒരുത്തൻ തൻ്റെ സോൾ എടുത്ത് അവൻ്റെ കയ്യിൽ ചെറുതായിട്ട് അടിക്ക്. ആ വേദന കൊണ്ട് തന്നെ ആ കത്തി അവൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്നുണ്ട്. അടുത്ത സെക്കൻഡ് തന്നെ അവൻ്റെ കഴുത്തിന് പിടിച്ച് അവൻ പൊക്കി. എന്താടാ നിന്റെ വിദ്യകളൊക്കെ തീർന്നോ? ഈ സമയത്ത് അവൻ ഒട്ടും പ്രതീക്ഷിക്കാതെ തൻ്റെ പുറകിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന മറ്റൊരു കത്തിയെടുത്ത് അവൻ്റെ കഴുത്തിലേക്ക് കുത്തിയിറക്കും. ഇത് കാണുന്നിടത്ത് അവരെല്ലാവരും ഞെട്ടിത്തെറിച്ചു പോയി. അവനട്ടെ താഴെ വീണിട്ടുണ്ട്. നിനക്ക് അത് തന്നെ വേണോടാ നായേ. ഇതെങ്ങനെ സാധ്യമായി? ഒരു പയ്യൻ ഒന്ന് ട്രെയിൻ ചെയ്തിട്ട് പോലുമില്ല. അവൻ പക്ഷേ ഒരു സ്റ്റെൽത്ത് സ്ക്വാഡിൻ്റെ മെമ്പറിനെ കൊന്നിരിക്കുന്നു. ഇതെന്തായാലും വെറുതെ വിട്ടാൽ പോരാ. ഇവൻ എന്തായാലും മരിക്കേണ്ടവൻ തന്നെയാണ്. ഇവനെ വെറുതെ വിട്ടു കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് തന്നെയാണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്നിടത്ത് നേരെ ഓടി വന്ന് അവൻ്റെ മുഖത്ത് നോക്കി ചവിട്ടിട്ട് അവനെ നിലത്തിട്ട് ചവിട്ടി കൊല്ലാൻ നോക്കുന്നുണ്ട്. അവനിട്ട് ചോരൊക്കെ ഛർദ്ദിക്കുന്നുണ്ട്. എന്തായാലും നിന്റെ കഥ കഴിഞ്ഞെന്നും പറഞ്ഞിട്ട് അവൻ്റെ വയറ്റിലേക്ക് ആ സോഡ് കുത്തി ഇറക്കുകയും ചെയ്യും. വേദന കൊണ്ടാട്ടെ ചിയോൺ ഉച്ചത്തി നിലവിളിക്കുന്നുണ്ട്. എന്താടാ നിന്റെ വയറ്റിൽ ചെറിയൊരു മുറിവ് വന്നപ്പോൾ തന്നെ നിനക്ക് ഇത്രയും വേദനിക്കുന്നോ? പക്ഷേ ഇതൊന്നും പോരെന്ന് പറഞ്ഞിട്ട് അവൻ ആ മുറിവിലേക്ക് ചവിട്ടുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ചിയോൺ പറയും ചെയ്യും, എനിക്ക് നന്നായിട്ട് വേദനിക്കുന്നു, പക്ഷേ എനിക്കിനി ഒന്നും ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും എനിക്ക് എൻ്റെ കൂടെ കൊല്ലുവാൻ പറ്റിയല്ലോ. എന്താ നീ അത്ര പെട്ടെന്ന് ചാകുമെന്ന് നീ ആലോചിക്കണ്ട, നിന്നെ പതുക്കെ ഞങ്ങൾ കൊല്ലത്തുള്ളൂ. എന്നാൽ ഇതെല്ലാം കണ്ടു നിൽക്കുന്ന ഒരുത്തൻ പറയും ചെയ്യും, ഇതൊന്നും കാണാൻ എനിക്ക് വലിയ താല്പര്യമില്ല. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഒരു ഫ്ലാഷ് അവിടേക്ക് വന്ന് അടുത്ത സെക്കൻഡ് ചിയോണെ ചവിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു സ്റ്റെൽത്ത് സ്ക്വാഡ് മെമ്പറിൻ്റെ ശരീരം പൊട്ടിത്തെറിച്ചു പോകും. റിയലി ബ്രൂട്ടലായിട്ട് തന്നെ പല കഷ്ണങ്ങളായി പൊട്ടിത്തെറിച്ചു പോയി. ഇത് കണ്ടുകൊണ്ടിരുന്ന ചിയോണ് കംപ്ലീറ്റ്ലി സർപ്രൈസ് ആയി. പിന്നെ കാണുന്നത് ചെറിയൊരു ഷൂ ആണ്. ഇതാരാണ് ചെയ്തത്? പെട്ടെന്നാണ് ആ കൂട്ടത്തിലെടുത്ത് തിരിഞ്ഞു നോക്കിയിട്ട് പറയുന്നത്, നമ്മുടെ പുറകിലുണ്ടവൻ. നേരെ നോക്കാൻ നേരത്ത് ദൂരത്ത് ഒരുത്തൻ നിപ്പുണ്ടായിരുന്നു. അവൻ കംപ്ലീറ്റ്ലി ഒരു പ്രത്യേകതയുള്ള പോലെയാണ്. അതൊരു ന്യൂജൻ പയ്യനെ പോലെ ഹുഡിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇട്ടുണ്ടായിരുന്നു അവൻ നിന്നിരുന്നത്. അല്ല ഇതെന്ത് തരത്തിലെ വേഷമാണ്? ഇവൻ ആരാന്ന് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞ
അടുത്ത സെക്കൻഡിൽ തന്നെ ആ കൂട്ടത്തിലൊരാൾ അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് പോയി. പക്ഷേ ഒന്ന് ചിരിച്ച അടുത്ത സെക്കൻഡ് അങ്ങോട്ട് പോയതിൻ്റെ ശരീരം പൊട്ടിത്തെറിച്ച് പോകുന്നതാണ്. ഇതെല്ലാം കണ്ടപ്പോൾ അവിടെ കണ്ടിരുന്ന എല്ലാവരും ഞെട്ടിത്തെറിച്ചു പോയി. എന്നാൽ പെട്ടെന്ന് അവൻ്റെ ശരീരം അവിടെ നിന്ന് മാഞ്ഞുപോയി. ഇതെന്താണ് സംഭവിക്കുന്നത്? അവൻ ഞങ്ങളുടെ കൺമുമ്പിൽ നിന്നല്ലേ അപ്രത്യക്ഷനായത്? ഇതെങ്ങനെയാണ്? എന്തെങ്കിലും അഡ്വാൻസ് ആയുള്ള ഫോമാണോ? അതുമാത്രമല്ല, അവൻ ട്രാൻസ്പെറൻ്റ് ആകുന്നത് ഒരു വെള്ളം പോലെയാണെന്ന് പറഞ്ഞ് തീരാൻ നിർത്ത് അവൻ്റെ കൂടെയുള്ള ഓരോ മെമ്പേഴ്സും ശരീരം പൊട്ടിത്തെറിച്ച് മരിക്കുന്നത് അവൻ കണ്ടു. അവൻ ശരിക്കും പവർഫുള്ളായ ഒരു മുറി മാസ്റ്റർ ആക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എന്നാലും മാസ്റ്റർ, പക്ഷേ ഇതേപോലത്തെ ഒരു മാസ്റ്റർ എന്തിനാണ് ഈ പയ്യനെ സഹായിക്കുന്നത്? എന്തായാലും കുഴപ്പമില്ല, അവൻ്റെ ശരീരത്തിൽ വലിയൊരു മുറിവ് തന്നെയുണ്ട്. അവൻ്റെ ചോര വാർന്ന് അവൻ ഉറപ്പായിട്ടും മരിക്കുന്നതാണ്. എൻ്റെ മിഷൻ എന്തായാലും ഇവിടെ അക്കോംപ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇവിടുന്ന് രക്ഷപ്പെടുന്നതാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് അവൻ നേരെ അവിടുന്ന് ചാടി രക്ഷപ്പെടാൻ നേരത്ത് ആ ഒരു മിസ്റ്റീരിയസ് ഉള്ള പയ്യൻ തൻ്റെ കൈകൾ ഉയർത്തുന്നുണ്ട്. അടുത്ത സെക്കൻഡ് അവൻ്റെ ശരീരം പൊട്ടിത്തെറിച്ച് അവൻ മരിക്കുകയും ചെയ്യും. ഇതെല്ലാം കാണുന്ന ചെയ്യാൻ പറയുകയും ചെയ്യും, അതെന്തായാലും നന്നായി, നിനക്കൊക്കെ അത് ഡിസേർവിങ് ആണെന്ന് പറഞ്ഞിട്ട് തൻ്റെ കണ്ണുകൾ പതുക്കെ അടക്കുന്നുണ്ട്. ഹേ എഴുന്നേറ്റേ, നിങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട പൂർവികരാണ്, നിങ്ങൾ മരിക്കാൻ പാടില്ല. എന്ത് പൂർവികരോ? ഇവൻ എന്താണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എൻ്റെ കാഴ്ചയും മങ്ങിത്തുടങ്ങി. അല്ല, ഇങ്ങനെയാണോ ഞാൻ മരിക്കാനായിട്ട് പോകുന്നത്? ആ സമയത്ത് ആ മിസ്റ്റീരിയസ് ഉള്ള പയ്യൻ പറയുകയും ചെയ്യും, ഓ അവന്മാരനെ ഓൾറെഡി കണ്ടുപിടിച്ചല്ലേ? എന്തായാലും സമയമൊന്നുമില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടെ മുമ്പ് ഇവിടേക്ക് വരണമെന്നുണ്ടായിരുന്നു, എന്നിട്ട് താങ്കളെ ഇതെല്ലാം പഠിപ്പിച്ച് തരണമെന്നുണ്ടായിരുന്നു. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, താങ്കൾ എന്തായാലും മരിക്കുന്നതിൻ്റെ വക്കത്താണുള്ളതെന്നും പറഞ്ഞിട്ട് അവൻ്റെ കയ്യിലേക്ക് ചെറിയൊരു സൂചി എടുക്കുന്നുണ്ട്. ചെറിയൊരു വേദന കാണും, പക്ഷേ കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് അവൻ്റെ നെഞ്ചത്തേക്ക് അത് കുത്തി ഇറക്കുകയും ചെയ്യും. എന്തായാലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. സോ മുതുമുത്തച്ഛ, ഞാൻ എന്തായാലും പോകുവാണ് കേട്ടോ. താങ്കൾ എന്തായാലും ഞങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്യുമെന്ന് വിചാരിക്കുന്നെന്നും പറഞ്ഞിട്ട് അവൻ നേരെ എണീറ്റ് നിൽക്കുകയും ചെയ്യും. നാനോ മെഷീൻസ് എന്തെങ്കിലും കട്ടിങ് എഡ്ജിലാണുള്ളത്, താങ്കൾ എന്തായാലും അത് സഹായിക്കുന്നതായിരിക്കും. പിന്നെ താങ്കൾ അത് എത്രയും പെട്ടെന്ന് തന്നെ ഫിഗർ ഔട്ട് ചെയ്യുന്നതാണെന്ന് പറഞ്ഞിട്ട് അവനെടുന്ന് മാഞ്ഞ് പോകുവാണ്. അല്ല, അതൊരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ബോയ് ആയിരുന്നല്ലോ. ഇവിടെ എന്താണ് ഈ സംഭവിക്കുന്നത്? സീരിയൽ നമ്പർ 3045325893. അല്ല, അതെന്താണ്? എൻ്റെ തലയിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നല്ലോ. സ്കൈ കോർപ്പ് Gen 7 നാനോ മെഷീൻ ഈസ് ഓപ്പറേഷണൽ. അത് കഴിഞ്ഞ് ചെറിയൊരു ഇൻട്രോ പോലെയാണ് പറയുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ചൈനയിലൊക്കെ അവിടുത്തെ വാരിയേഴ്സൊക്കെ മാർഷൽ ആർട്സ് സെൽഫ് ഡിഫൻസിന് വേണ്ടി പഠിക്കാറുണ്ട്. എന്നാൽ സമയം കഴിയുന്തോറും അതൊക്കെ പതുക്കെ ഇവോൾവ് ആകാനായിട്ട് തുടങ്ങി. ഡിഫെൻസീവുള്ള ഐറ്റംസൊക്കെ ലീതലുള്ള ആർട്ടായിട്ട് മാറി, ഫൈറ്റിംഗ് ഫോംസ് ആയിട്ട് മാറി, ബ്രീത്തിങ് ടെക്നിക്സ് ആയിട്ട് മാറി. അതിൻ്റെ കോംപ്ലക്സ് കൂടിക്കൊണ്ടേയിരുന്നു. വർഷങ്ങൾ കഴിയുന്നിടത്ത് അത് മറ്റുള്ളവർക്ക് പകരാനായിട്ട് അവർ ടെക്നിക്കുകൾ മാനുവലാക്കി സൂക്ഷിക്കാനും തുടങ്ങി. ഈ മാനുവൽസ് ഒക്കെ മാസ്റ്റർ ചെയ്തവർ പുതിയ ടെക്നിക്കുകൾ യൂസ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ളവരെ സർപ്പാസ് ചെയ്ത് മുമ്പിലേക്ക് വരാനായിട്ട് തുടങ്ങി. ആൻഡ് അവരെയൊക്കെയാണ് മുറിം വാരിയേഴ്സ് എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. ഇതേപോലെ വാരിയേഴ്സ് ഒക്കെ ഗ്യാദർ ചെയ്തുകൊണ്ട് മുറിം മാസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അവരായിട്ട് അവർക്ക് ശിഷ്യന്മാരെ കണ്ടുപിടിക്കാനും തുടങ്ങി. അങ്ങനെ പതുക്കെ ഈ ഫ്രാക്ഷൻസ് രണ്ടായിട്ട് മാറി. ഒന്ന് റൈച്ചസ് ഉള്ള ഫാക്ഷൻ, ഇവരായിട്ട് നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഈവിൽ ഫാക്ഷൻ, ഇവർ കുറച്ച് വീക്കഡ് ഉള്ള പാത്താണ് ഫോളോ ചെയ്യുന്നത്. എന്നാൽ ഈ രണ്ട് ഫാക്ഷനും അല്ലാതെ മറ്റൊരെണ്ണം കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു ഫ്രാക്ഷൻ ഇവരുടെ ഒപ്പം തന്നെ ഫോർമുഡബിൾ ആണെങ്കിൽ കൂടിയും ഇവർ തേടി നടന്നത് മറ്റൊരു പാത്തായിരുന്നു. അത് പവറായിരുന്നു. പവർ മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. ആൻഡ് ഇവരെ ഈ ലോകം മറ്റൊരു പേരിൽ വിളിക്കാൻ തുടങ്ങി, ഡിമോണിക് ഫ്രാക്ഷൻ അഥവാ ദി ഡിമോണിക് കൾട്ട്. ഈ സ്റ്റോറി എന്ന് പറഞ്ഞത് അതിൽ ജനിച്ചിട്ടുള്ള ഒരു ഇല്ലിജിമേറ്റ് ഉള്ള ചൈൽഡിന്റെ സ്റ്റോറിയാണ്. അവൻ എങ്ങനെയാണ് ഡിമോണിക് കൾട്ടിന്റെ അധിപനായി മാറുന്നതെന്നും അവിടെ ഉണ്ടായിരുന്ന സെക്കൻഡ് ഡീമൺ ലോഡിനെ എങ്ങനെയാണ് സർപ്പാസ് ചെയ്യുന്നതെന്നും പറയുന്ന കഥ. ഈ കഥ എന്ന് പറയുന്നത് ഇയോൺ ചിയോന്റെ ആണ്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ ചിയോൻ പെട്ടെന്ന് ഞെട്ടി എണീറ്റതാണ്. അല്ല, ഞാനിപ്പോഴും ജീവനോടെ ഉണ്ടോ? അതെങ്ങനെ സാധ്യമായി? എൻ്റെ വയറ്റത്ത് ഒരു വലിയ മുറിവുണ്ടായിരുന്നല്ലോ. എനിക്ക് എന്താണ് സംഭവിച്ചത്? അത് മാത്രമല്ല, എൻ്റെ ശരീരത്തൊക്കെ എന്താണെന്ന് പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് ചുമക്കാനായിട്ട് തുടങ്ങി. അല്ല, ഈ ശരീരത്തുള്ള ഈ ബ്ലാക്ക് കളർ സബ്സ്റ്റൻസ് ഇതൊക്കെ എന്താണ്? എൻ്റെ ശരീരം നന്നായിട്ട് നാറുന്നുണ്ടല്ലോ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. യൂസർ, താങ്കൾ എഴുന്നേറ്റോ? യൂസർ, താങ്കൾ എഴുന്നേറ്റോന്ന് ആരാണെന്ന് പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് ആ ബെഡിൽ നിന്ന് ചാടി എണീക്കുന്നുണ്ട്. ഞാൻ ആരെയും കാണുന്നില്ല, പക്ഷെ ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. യൂസർ, താങ്കൾ എന്തായാലും ഒന്ന് കാം ഡൗൺ ചെയ്യേണ്ടതാണ്. ഇത് ഡിസ്റ്റൻ്റ് ആയുള്ള വിസ്പറിംഗ് ടെക്നിക്കാണോ? ഒരിക്കലുമല്ല. ഇത് ഞാൻ ഒരു വട്ടം കേട്ടിട്ടുണ്ട്, പക്ഷെ അതെന്തായാലും ഇങ്ങനെയൊന്നുമല്ല. ഇത് മറ്റെന്തോ പോലെയാണ്. ഡയറക്റ്റ്ലി എൻ്റെ തലച്ചോറ് ഇന്ന് വരുന്നത് പോലെയുണ്ട്, പക്ഷെ എന്താണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. ഇതെൻ്റെ തലയിൽ നിന്ന് വരുന്നതാണോ? യൂസർ പറഞ്ഞത് ശരിയാണ്. നീ ആരാണ്? നിനക്ക് എന്താണ് വേണ്ടത്? ഞാൻ താങ്കളുടെ ബ്രെയിനിൽ ഇരുന്നുകൊണ്ട് താങ്കളോട് ഡയറക്റ്റ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഞാൻ സ്കൈ കോർപ്പിൻ്റെ Gen 7 നാനോ മെഷീനാണ്. എനിക്ക് നീ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല. ആരാണ് നീ? നിനക്ക് എന്താണ് വേണ്ടത്? ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ Gen 7 ഉള്ള ഒരു നാനോ മെഷീനാണ്. നാനോ മഷീനോ? അതെ, നാനോ മെഷീൻ.
മാഷിൻ, അവരെല്ലാവരും വർഷിപ്പ് ചെയ്യുന്ന ആ ഒരു മാഷിനാണോ ആ സീക്രട്ട് ഫ്ലെയിംസിൻ എന്ന് പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് തല കുനിച്ചിട്ട് നന്നായിട്ട് വിറക്കുന്നുണ്ട്. താങ്കൾ ശരിക്കും ഒരു മാഷിനാണോ? ഈ മാഷിൻ എന്ന് പറയുന്നത് ചൈനയിലെ ഒരു വലിയ ഡിമോണിക് പ്രേതത്തിനെയാണ്. പക്ഷേ ആ സമയത്ത് പുറത്ത് ഒരാൾ പറയുന്നുണ്ട്, ഫിസിഷ്യൻ ബേക്ക്, താങ്കൾ എന്തായാലും ഈ വഴി വന്നോളൂ. അല്ല, അതപ്പോൾ ഒരു അസാസിനേഷൻ അറ്റൻഡ് ആയിരുന്നില്ലേ? അത് തന്നെ, അതെന്തായാലും അങ്ങനെ തന്നെയായിരുന്നു. സത്യം പറഞ്ഞാൽ യങ് മാസ്റ്ററിൻ്റെ നേരെ ഇതിനു മുമ്പ് പലതരത്തിലെ അറ്റംപ്റ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് എന്നെയും അദ്ദേഹത്തിനെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനൊരു അറ്റാക്ക് ക്രിയേറ്റ് ചെയ്തത്. ഓ, അപ്പോൾ താങ്കളെ ഒരു മാസ്റ്റർ ഫൈറ്റിന് തന്നെ സെപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മേ ബി അത് നമ്മുടെ സ്റ്റെൽത്ത് സ്ക്വാഡായിരിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. താങ്കളുടെ യങ് മാസ്റ്റർ എന്തായാലും ജീവനോടെ തിരിച്ചു വന്നത് ഒരു മിറാക്കിൾ തന്നെയാണ്. അത് ശരിയാണ്, എനിക്ക് തോന്നുന്നു യങ് മാസ്റ്ററിനെ ആരോ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്താണെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. അസിസ്റ്റ് ചെയ്തെന്നോ? എന്താ വല്ല എബിലിറ്റീസ് കണ്ടുകൊണ്ടാണോ? അല്ല, എങ്ങനെയാണ് ഞാൻ പറഞ്ഞു തരുന്നത്? ഞാൻ സത്യം പറഞ്ഞാൽ അവിടേക്ക് ചെന്നപ്പോൾ അത് ശരിക്കും പേടിപ്പെടുത്തുന്ന ഒരു രൂപത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ ഉണ്ടായിരുന്നവരുടെ എല്ലാവരുടെ ശരീരം പൊട്ടിപ്പൊളിഞ്ഞതുപോലെയായിരുന്നു, എന്തോ വലിയ സ്ഫോടനം പോലെ. ആ കൂട്ടത്തിൽ ഒരാളുടെ കഴുത്തിൽ മാത്രമാണ് കത്തി ഉണ്ടായിരുന്നതെന്ന്. എന്നാൽ പെട്ടെന്ന് ഒരു ചുമയിട്ട് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അത് നമ്മുടെ യങ് മാസ്റ്റർ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ മുഴുവൻ ശരിക്കും ചോരയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഒരു മുറി പോലും ഇല്ലെന്നോ? അതെ, പുള്ളിക്കാരൻ ശരിക്കും ബ്രീത്ത് എടുത്ത് അവിടെ കിടന്ന് ഉറങ്ങുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അദ്ദേഹം കംപ്ലീറ്റ്ലി സ്റ്റേബിൾ ആയിരുന്നു. ഉടുപ്പും മറ്റു കാര്യങ്ങളൊക്കെ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഫൈറ്റ് ഉണ്ടായതുപോലെയുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഒരു സ്ക്രാച്ച് പോലും എനിക്ക് കാണാൻ സാധിച്ചില്ല. അപ്പോൾ ആരും ഒരാൾ യങ് മാസ്റ്ററിനെ സഹായിച്ചിട്ടുണ്ട്. എന്തായാലും ഹിസ് ഹോളിനെസ് എന്തായാലും ഇത് ഡയറക്റ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എനിക്കും അങ്ങനെയാണ് തോന്നുന്നത്. ഇതെന്തായാലും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. എന്തായാലും യങ് മാസ്റ്ററിന്റെ ചേംബറിലേക്ക് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ പോകാം. ഓ മാഷിൻ, താങ്കളാണല്ലേ എന്നെ രക്ഷിച്ചത്. താങ്കൾ ഈ പറഞ്ഞു വരുന്നത് താങ്കളുടെ എനിമീസിനെ കൊന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്, ഞാനല്ല. പക്ഷേ താങ്കളെ സെൽഫ് റീജനറേറ്റ് ചെയ്ത് രക്ഷിച്ചത് അത് ഞാനാണ്. എന്ത് സെൽഫ് റീജനറേറ്റിംഗ്? എനിക്ക് മനസ്സിലാകുന്നില്ല. താങ്കൾക്ക് ആവശ്യമായ ഇൻഫർമേഷൻ യൂസറിന്റെ ബ്രെയിനിലേക്ക് ഞാൻ അയച്ചു തരട്ടെ. യൂസറാ? അതെന്താണ്? അത് കഴിയുമ്പോൾ നമ്മുടെ നാനോ മെഷീനായിട്ട് ഹിസ്റ്റോറിക്കൽ ടൈംസിന് വേണ്ടി സെർച്ച് ചെയ്യും. എന്നിട്ട് പറയും ചെയ്യും, മാസ്റ്റർ, ഞാനൊരു ഡിമോണിക് സ്പിരിറ്റ് അല്ല, മാഷിനല്ല. ഇപ്പം എന്തായാലും എൻ്റെ വോയിസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, എനിക്ക് കുറച്ചുകൂടെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നീ മാഷിനല്ല. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ താങ്കൾക്ക് എന്നെ പറ്റിയുള്ള എല്ലാം ബേസിക്കുള്ള ഇൻഫർമേഷനും താങ്കളുടെ ബ്രെയിനിലേക്ക് അയച്ചു തരാം. അയച്ചു തരുമെന്നോ? അതെ, താങ്കൾ പ്രൊസീഡ് ചെയ്യാൻ തയ്യാറാണോ? തയ്യാറാണ്. അടുത്ത സെക്കൻഡാണ് അവിടെ പെട്ടെന്ന് ഒരു ഇലക്ട്രിക് ഷോക്ക് പോലെ അവൻ്റെ ശരീരത്തിലേക്ക് വന്നത്. ആദ്യം വലിയ സീനിലായിരുന്നെങ്കിലും പിന്നെ പെട്ടെന്ന് അവൻ്റെ ശരീരത്തിൽ മുഴുവൻ എന്തോ പോലെ വന്ന് അവൻ നേരെ നന്നായിട്ട് ഛർദ്ദിക്കുന്നുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ ഒരു കോമൺ ഉള്ള കാര്യമാണ്. ആദ്യമായി ഇൻഫോർമേഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നിടത്ത് ഇങ്ങനെ സംഭവിക്കാറുണ്ട്. പക്ഷേ രണ്ടാമത്തെ തവണ ചെറിയൊരു മങ്ങൽ മാത്രമേ കാണത്തുള്ളൂ. എന്തായാലും വോമിറ്റിംഗ് കാണുന്നതല്ല. എൻ്റെ തല കറങ്ങുന്ന പോലെ തോന്നുന്നു. കോപ്പ്, ഇതെന്താണ്? അപ്പോൾ ഞാനോ മെഷീനാണല്ലേ? അതേ മാസ്റ്റർ. അപ്പോൾ നീ പറഞ്ഞു വരുന്നത് ചെറിയ ചെറിയ 100 മെഷീൻസ് എൻ്റെ ശരീരത്തിൻ്റെ അകത്തുണ്ടെന്നാണോ? അതേ മാസ്റ്റർ, കൃത്യമായി പറഞ്ഞാൽ 64,824 ലക്ഷം നാനോ മെഷീൻസാണ് മാസ്റ്ററിൻ്റെ ശരീരത്തിൽ ഇപ്പോൾ ഉള്ളത്. അല്ല, ഇത് ഹ്യൂമൻ തന്നെയാണോ അതോ വേറെന്തെങ്കിലും സംഭവം തന്നെയാണോ? നിനക്കെൻ്റെ ശരീരം വിടാൻ സാധിക്കുമോ? ഇല്ല, കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ വെച്ചുകൊണ്ട് എനിക്കൊരിക്കലും താങ്കളുടെ ശരീരം വിടാൻ സാധിക്കുന്നതല്ല. താങ്കൾ മരിക്കാൻ നിർത്ത്, ഞാനും ആ കൂട്ടത്തിൽ മരിക്കുന്നതായിരിക്കും. എൻ്റെ ഹാഫ് സിബ്ലിങ്സ് ആണ് എന്നെ അസാസിനേറ്റ് ചെയ്യാനായിട്ട് നോക്കിയത്. പക്ഷേ അവരെന്തിനാണ് ഇതെല്ലാം ചെയ്യുന്നത്? ഇപ്പോഴേ എൻ്റെ ശരീരത്ത് സ്ട്രേഞ്ച് ആയുള്ള കുറച്ചധികം മെഷീൻസും ഉണ്ട്. എനിക്ക് എന്താണ് ഈ സംഭവിക്കുന്നത്? ഈ സമയത്ത് തന്നെ പുറത്തുനിന്ന് അവൻ കൊട്ടുന്നുണ്ട്. യങ് മാസ്റ്റർ, ഫിസിഷ്യൻ ബേക്ക് താങ്കളെ കാണാനായിട്ട് ഇവിടേക്ക് വന്നിട്ടുണ്ട്. കോപ്പ്, ഇവന്മാരെങ്ങനെ ഞാൻ സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ എനിക്ക് വട്ടാണെന്നേ വിചാരിക്കത്തുള്ളൂ. അല്ല, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ താങ്കളുടെ തോട്ട്സിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. അതൊക്കെ മതി. പക്ഷേ ഇപ്പം ഉണ്ടായിരിക്കാൻ നോക്ക്. ഓക്കെ, കംപ്ലീറ്റ്ലി മ്യൂട്ടിങ്. യങ് മാസ്റ്റർ, താങ്കൾ ഇപ്പോഴും ഉറക്കത്തിലാണോ? ഞാനെന്തായാലും അദ്ദേഹത്തിന് എക്സാം ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴാണ്, അല്ല താങ്കൾ എഴുന്നേറ്റോ? താങ്കൾക്ക് എങ്ങനെയുണ്ട്? വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. പെട്ടെന്നായിരുന്നു ആ മണം അവൻ അടിച്ചത്. അല്ലെങ്കിൽ മാസ്റ്റർ, എന്താണ് ഈ മണം? ഇതിനെപ്പറ്റി ഞാൻ കംപ്ലീറ്റ്ലി മറന്നുപോയി. പെട്ടെന്നാണ് ആ ഫിസിഷ്യൻ ഒന്ന് നോക്കുന്നത്. യങ് മാസ്റ്റർ, നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്, എന്നെ ഓർമ്മയുണ്ടോ? തീർച്ചയായും. ഞാൻ എങ്ങനെയാണ് താങ്കളെ മറക്കുന്നത്? താങ്കളല്ലായിരുന്ന എൻ്റെ അമ്മേനെ നോക്കിക്കൊണ്ടിരുന്നത് മേലായിരുന്ന സമയത്ത്? അപ്പോൾ ഓർമ്മയുണ്ടല്ലേ. താങ്കളുടെ കൈ എനിക്ക് തരുമോ? താങ്കളുടെ പൾസ് ഒന്ന് ചെക്ക് ചെയ്യാനാണ്. അത് കഴിഞ്ഞിടത്ത് ആ പൾസ് അവൻ ചെക്ക് ചെയ്യുന്നുണ്ട്. പെട്ടെന്നാണ് അവൻ ഞെട്ടിത്തെറിച്ചു പോയത്. ഇത് ശരിക്കും സ്ട്രേഞ്ചാണ്. ഫിസിഷ്യൻ, എന്ത് പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ യങ് മാസ്റ്ററിൻ്റെ ബോഡിക്ക്? പ്രശ്നമൊന്നുമില്ല, ക്വൈറ്റ് ഓപ്പോസിറ്റാണ്. എന്താണ് ഈ പറയുന്നത്? അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുള്ള കംപ്ലീറ്റ് ടോക്സിൻസും പുറത്തേക്ക് വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, എക്സ്ട്രാ ഓർഡിനറി ഉള്ള 8 മെറിഡിയൻസും ഓപ്പൺ ആയിട്ടുണ്ട്. അതെങ്ങനെയാണ്? താങ്കൾ എന്തെങ്കിലും ഹെർബ്സും എല്ലാം കഴിച്ചോ? താങ്കൾ എന്താണ് ഈ പറയുന്നത് ഫിസിഷ്യൻ? ചുരുക്കം പറഞ്ഞാൽ താങ്കളുടെ ബോഡി ഇപ്പോൾ ഒരു പെർഫെക്റ്റ് കണ്ടീഷനിലാണ് മാർഷൽ ആർട്സ് എല്ലാം ലേൺ ചെയ്യാനായിട്ട്. അല്ല, ഇതെങ്ങനെ സാധ്യമായി? അല്ല, പറഞ്ഞു വരാൻ നേരത്ത് ആ കറുത്ത ലിക്വിഡ് ചിലപ്പോൾ എൻ്റെ ശരീരത്തിലെ ടോക്സിൻസ് ആയിരിക്കും. നാനോ മെഷീൻ, നീയാണോ ഇത് ചെയ്തത്? താങ്കൾ എന്നെ മ്യൂട്ട് ചെയ്തിരിക്കുവാണ്. മിണ്ടിക്കോളൂ.
ഓക്കെ, അൺമ്യൂട്ട് ചെയ്യുന്നു. നാനോ മെഷീൻ താങ്കളുടെ ബോഡിയിലുള്ള ഫുൾ പാർട്സിലേക്ക് ചെന്നിട്ടുണ്ട്. അതുമൂലം തന്നെ താങ്കളുടെ ബ്ലഡ് വെസൽ, ടെൻഡോൺസ്, മസിൽസ് ഇതെല്ലാം ഒപ്റ്റിമലായുള്ള ഒരു അത്ലറ്റിക് സ്റ്റേജിലേക്ക് ഞങ്ങൾ എത്തിച്ചിട്ടുണ്ട്. നീ എന്താണ് ഈ പറയുന്നത്? നീ ശരിക്കും ഒരു മാഷിനൊന്നുമല്ലല്ലേ? നിനക്ക് ഉറപ്പല്ലേ? അതെ മാസ്റ്റർ, ഞാനൊരു മെഷീനാണ്, ഒരു മാഷിനല്ല.